കേരളത്തിൽ സൂര്യദേവന് മാത്രമായി ക്ഷേത്രങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് അടൂർ കല്ലേത്ത് കാവും മറ്റു ഒന്ന് കടുത്തുരുത്തിയിലെ ആദിത്യപുരം സൂര്യക്ഷേത്രവുമാണ്. ഒരു ബ്രാഹ്മണന്റെ കഠിനമായ തപസ്സിൽ സംപ്രീതനായി സൂര്യഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമികൾ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഒരു സൂര്യഭക്തനായ ബ്രാഹ്മണൻ സൂര്യദേവനെ പ്രത്യക്ഷനാക്കാനായി കഠിനമായി തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ പ്രസന്നനായ സൂര്യഭഗവാൻ പത്നിമാരായ പ്രഭയോടും ഛായയോടും ഒപ്പം ഇവിടെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ചൈതന്യം അവിടെയുള്ള ശിലാവിഗ്രഹത്തിൽ ആവാഹിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിലെ സകല രോഗങ്ങളും മാറി മനസ്സിന് അത്ഭുതകരമായ ശാന്തി ലഭിക്കുമെന്നാണ് ഭക്തരുടെ അനുഭവം. ഇവിടെ നിന്ന് ഒരു ഭക്തൻ ഉൾക്കൊള്ളേണ്ട വലിയൊരു ആത്മീയ ഗുണപാഠമുണ്ട്. ഒരു ബ്രാഹ്മണന് സൂര്യദേവന്റെ ദർശനം ലഭിച്ചത് ഒരു ദിവസം കൊണ്ട് ആഗ്രഹിച്ചപ്പോഴല്ല, മറിച്ച് പ്രതിസന്ധികളിലും തളരാതെ ദീർഘകാലം മനസ്സ് ഏകാഗ്രമാക്കി തപസ് ചെയ്തപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളോ ആത്മീയ ഉന്നതിയോ പെട്ടെന്ന് ലഭിച്ചെന്ന് വരില്ല. വഴിമാറിപ്പോകാതെ ആദിത്യപുരത്തെ തപസ്സിനെ പോലെ, കല്ലേത്തുകാവിലെ തപസ്സിനെ പോലെ പൂർണ്ണമായ വിശ്വാസത്തോടെയും ക്ഷമയോടെയും പരിശ്രമിച്ചാൽ ഈശ്വരാനുഗ്രഹം തീർച്ചയായും നമ്മെ തേടിയെത്തും. കാത്തിരിപ്പിലെ ദൃഢതയാണ് വിജയത്തിന്റെ രഹസ്യം. ഓം സൂര്യായ നമഃ.